ഈ കാണുന്നത് നമ്മുടെ വീടല്ല കേട്ടോ, പക്ഷേ നമ്മുടെ വീട് പോലെ തന്നെയാണ്. ഇതിന് മുമ്പിലത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ അച്ഛൻ ജോലി ചെയ്യുന്നത് ഒരു എസ്റ്റേറ്റിലെ സൂപ്പർവൈസറായിട്ടാണെന്ന്. ആ ഒരു എസ്റ്റേറ്റും അതിൻ്റെ ചുറ്റുപാടും ഒക്കെ ആയിട്ടോ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു എസ്റ്റേറ്റ് എന്നൊക്കെ ഒക്കെ പറയുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് ഓടി വരിക ഒരു പടുകൂറ്റൻ ബംഗ്ലാവ് ആയിരിക്കും അല്ലേ. ഇത് അങ്ങനെയൊന്നും അല്ല കേട്ടോ, ഒരു സാധാരണ വീടാണേ. അതാണ് കേട്ടോ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയും. ഒരു 10-40 ഏക്കറിനകത്ത് മൊത്തം ഏലമാണ്. ഏലത്തിൻ്റെ നടുക്കൂടെ പടുകൂറ്റൻ മരങ്ങളും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെയൊക്കെ നടുക്കായിട്ട് തനിച്ച് ഇരിക്കുന്ന ഒരു വീടാട്ടോ. അപ്പോൾ എന്തായാലും അതിമനോഹരമായിട്ടോ. നമ്മുടെ വീടിൻ്റെ അടുത്തൊക്കെ തന്നെ ആയതുകൊണ്ട് കഴിഞ്ഞ ദിവസം നമ്മൾ വീട്ടിൽ പോയപ്പം ഇവിടം വരെ ഒന്ന് വന്നതാണേ. വന്ന് കഴിഞ്ഞപ്പോൾ നമുക്ക് വീഡിയോ എടുക്കാതിരിക്കാൻ കഴിഞ്ഞില്ല കേട്ടോ. അതുപോലെ സുന്ദരമായിട്ടുള്ളൊരു പ്രദേശമായിട്ട് എനിക്ക് തോന്നി. നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ മുറ്റത്ത് തന്നെ ഒരു തുളസിത്തറയുണ്ട് കേട്ടോ. പണ്ടത്തെ വീടുകൾക്കൊക്കെ തുളസിത്തറ ഉണ്ടെന്ന് പറഞ്ഞു കേട്ടതല്ലാതെ നമ്മളിതുവരെ കണ്ടിട്ടില്ല. എന്തായാലും ഒരു തുളസിത്തറയുണ്ട്. തുളസിത്തറ ആകെപ്പാടെ പോയി കിടക്കായിരുന്നു എന്നാണ് പറഞ്ഞത്. എന്തായാലും അതൊക്കെ നന്നായിട്ട് വൃത്തിയാക്കി എടുത്ത് ഒരു തുളസി നട്ട് അത് മുളച്ച് പൊങ്ങി വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് നടന്നു പോകുന്ന വഴിയുടെ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് പച്ചപ്പ് പിടിച്ച് നല്ല പുല്ല് വെച്ച് പിടിപ്പിച്ചേക്കാണ്. ഈ പുല്ലേ കൂടെ അവിടെ ഇരിക്കാനും കിടക്കാനും ഒക്കെ നല്ല സുഖമായിട്ടോ. നമ്മളെല്ലാവരും കൂടി ഇരുന്ന് ഇവിടെ കുറേ വീഡിയോയും പിടിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരെയും ഒന്ന് മാറ്റി വിട്ടിട്ട് ഈ വീടിൻ്റെ ഈ ചുറ്റുപാടും മാത്രം ഒന്ന് എടുക്കാൻ വേണ്ടി മാത്രം പിടിച്ചൊരു വീഡിയോ കേട്ടോ. ഇവിടെ നിന്ന് നമുക്ക് അപ്പുറത്തെ മല വരെ കാണാം. അതേപോലെ നല്ല സുന്ദരമായിട്ടുള്ളൊരു പ്രദേശമായിട്ട് എനിക്ക് തോന്നി കേട്ടോ. നമ്മളെല്ലാവരും കൂടെ കൂടിയപ്പോൾ തന്നെ ഒരു ടൂർ വന്ന ഒരു അവസ്ഥയായിട്ടോ നമുക്കിവിടെ തോന്നുന്നത്. അച്ഛൻ്റെ ഒരു കലാവിരുദ്ധം എന്ന് തന്നെ പറയണം. ഇവിടെ ഈ വീടിൻ്റെ ഫ്രണ്ടിൽ കുറേ ചെടികൾ നല്ല ചിട്ടയോട് കൂടിയിട്ട് അടുക്കി എല്ലാം നട്ട് വെച്ചിട്ടുണ്ട്. അതൊരു അച്ഛൻ്റെ ഒരു എന്താ പറയുക, ഒരു കലാവിരുത് തന്നെയാട്ടോ. എവിടെ കണ്ടാലും ചെടികൾ വാങ്ങിച്ചുകൊണ്ട് വരും. നമ്മുടെ വീട്ടിൽ വെച്ചില്ലെങ്കിലും അച്ഛൻ ഇവിടെ കൊണ്ടേ അത് നട്ടു വയ്ക്കാറുണ്ട് കേട്ടോ. ചെടിച്ചട്ടിക്കകത്ത് മണ്ണൊക്കെ നിറച്ച് പലതരത്തിലുള്ള ചെടികളാൽ ഈ വീടിനെ അതിമനോഹരമാക്കിയേക്കാണ്. പിന്നെ നമ്മുടെ തൂക്കുചട്ടിക്കകത്ത് ഇടാൻ പാകത്തിനുള്ള നമ്മുടെ ഇലച്ചെടികളും അങ്ങനെ ഒരുപാട് ചെടികളുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ വീട്ടിൽ ഒരു അന്തേവാസി തന്നെയുണ്ട്. ഒരു പട്ടിക്കുഞ്ഞാട്ടോ. അവൻ ഇവിടെ വന്നിട്ട് ഒരു 2-3 വർഷമായതാട്ടോ. ഇവിടുത്തെ ഒരു പ്രത്യേക ആളെ പോലെ തന്നെ അവൻ ഇവിടെ എപ്പോഴും ഉണ്ട് കേട്ടോ. എവിടുന്നോ വന്നതാണ്, പക്ഷേ അവൻ ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. എന്തായാലും എന്താ പറയുക, നമുക്ക് ശാന്തമായിട്ടിരിക്കാൻ പാകത്തിനുള്ളൊരു വീടാണ്. വേറെ ഒച്ചയോ ബഹളമോ ശല്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. നമുക്ക് കാണാൻ കണ്ണിന് കുളിർമയേക്കുന്ന ഒരു സ്ഥലം തന്നെയാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടമായി കേട്ടോ. ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഇത് ഇഷ്ടമായി എങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ.